റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങലിൽ 5ാം ക്ലാസ്സുകാരുടെ കൈ തല്ലിയൊടിച്ച അധ്യാപകനെതിരെ കേസെടുത്ത് പോലീസ്. MSM HSS കല്ലിങ്ങൽ പറമ്പിലെ കണക്കധ്യാപകനെതിരെയാണ് കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തത്. അധ്യാപകന്റെ അടിയേറ്റ് 5ാം ക്ലാസ്സുകാരുടെ കൈയുടെ എല്ല് പൊട്ടിയിരുന്നു. കുട്ടിയുടെ കുടുംബം ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. സോണൽ കൃഷ്ണ കുട്ടിയുടെ വീട്ടിലുണ്ട്. സോണൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 5ാം ക്ലാസ്സുകാരുടെ കൈ തല്ലിയൊടിച്ച വാർത്ത ഇന്നലെ സോണൽ റിപ്പോർട്ട് ചെയ്താണ്. കുട്ടിയുടെ പരിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ പരാതിയിൽ ഇപ്പോൾ ഇതാ കേസെടുത്തിരിക്കുന്നു. കണക്കധ്യാപകൻ കൈ തല്ലിയൊടിക്കുന്ന രീതിയിലേക്ക് പെരുമാറുന്നു. അത് വേറെ കുട്ടികൾക്കും ആ അനുഭവമുണ്ടോ? എന്താണ് കുടുംബം പറയുന്നത്? സ്മൃതി, ഞാനിപ്പോൾ ആ കുട്ടിയുടെ 5ാം ക്ലാസ്സുകാരിയുടെ വീട്ടിലാണ്. ഈ സംഭവത്തിൽ ഇന്നലെ തന്നെ അവർ പോലീസിൽ പരാതിപ്പെട്ടതാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഇവരുടെ മൊഴിയൊക്കെ എടുത്തതാണ്. ബാലാവകാശ കമ്മീഷനിലും ഇന്നലെ കുടുംബം പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടിയുടെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് പൊട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ചൂരൽ കൊണ്ട് അടിക്കുമ്പോൾ എങ്ങനെ പൊട്ടുവരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ അടിക്ക് എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഇന്നലെ സംസാരിച്ച നേതാക്കളും കൂടെയുണ്ട്. PT അംഗങ്ങളൊക്കെ വീട്ടിലെത്തിയിരുന്നു അല്ലേ? എത്തിയിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ വന്ന് പോയിട്ടുള്ളൂ. അതിന് അവർക്ക് അവിടെ സ്കൂളിൽ ഒരു പരാതി കൊടുക്കണം. അതിന് പിന്നെ തിങ്കളാഴ്ച കഴിയുള്ളൂ സ്കൂളിൽ പരാതി കൊടുക്കാൻ. നാളെയും അവധി ആയതുകൊണ്ട് ഇനി തിങ്കളാഴ്ച ചെയ്യണം. കാരണം ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കരുത്. അധ്യാപകനെതിരെ ഇത്തരം പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധ്യാപകനെതിരെ ഇപ്പോൾ മറ്റുള്ള കുട്ടികളും പറയുന്നുണ്ട്, ഇങ്ങനെ ബുക്ക് എഴുതിയിട്ട് കൊണ്ടുവരാഞ്ഞാൽ അത് വലിച്ചെറിയുന്നുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഓരോ കുട്ടികൾ പറയുന്നുണ്ട്. കർശനമായിട്ട് നടപടി തന്നെ വേണം ഇതിന്. ഈ PTA വന്നിട്ട് ഇവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ? എന്താണ് അവർ പറഞ്ഞത്? എന്താണെന്ന് അറിയില്ല. അത് സ്മൃതി, അല്പസമയം മുമ്പാണ് PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലെത്തി കുട്ടിയെ സന്ദർശിച്ചിരുന്നു. പൂർണ്ണ പിന്തുണ കുട്ടിക്കും കുടുംബത്തിനുമൊപ്പമാണ് എന്നുള്ളത് പറഞ്ഞു. ഒരു പരാതി ഇവരോട് സ്കൂളിന് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് PTAയുടെ നിലപാട്. ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ PTA അധികൃതരെ ആരും തന്നെ ഈ വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവരും പറയുന്നത്. ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ അവരെ പോലും വിവരം അറിയിക്കുന്നത് എന്നുള്ളതാണ്. ഈ വീഴ്ചയാണ്. അത് വീഴ്ച തന്നെയാണ്. ആ മാഷ് ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മയാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ നേരെ വീട്ടിലേക്കാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നത് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്ന് മോള് ഭയങ്കര കരച്ചിലാണ്, ഇവിടെ വന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് വരുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് വണ്ടി കിട്ടിയാൽ ഞങ്ങൾ വരാമെന്ന് തന്നെ. അപ്പോൾ പിന്നെ ഇവള് കരച്ചിൽ നിർത്താതെ ആയപ്പോൾ ഈ മാഷ് തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരണ്ട, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഈ മാഷ് ഇവിടെ വന്നപ്പോൾ മാഷോട് ചോദിച്ചിരുന്നോ? ഞാൻ ചോദിച്ചു. ഞാൻ ഫോൺ ചെയ്തപ്പോഴൊന്നും ഇത്രയും ഇതുള്ളത് അറിയില്ല. ഇവിടെ വന്ന് കൈ കണ്ടപ്പോഴാണ് നല്ലതുണ്ടായിരുന്നു. പിന്നെ ഒക്കെ കൈ തൊടാൻ വയ്ക്കുന്നുണ്ടായിരുന്നില്ല. കൈൻ്റെ തുമ്പ് വരെ എനിക്ക് വേദനിക്കുന്നുണ്ടെന്നാണ്. കൈ പൊന്തിക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ടീച്ചറാണ് വാരി കൊടുത്ത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റാഞ്ഞിട്ട് എന്ന് പറഞ്ഞ്. പിന്നെ അപ്പം തന്നെ ഞാൻ മാഷോട് ചോദിച്ചു. അപ്പം മാഷ ഞാൻ ചെറുതായിട്ട് അടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അപ്പം തന്നെ വെച്ചു, മാഷ അടിക്കണമെങ്കിൽ നമ്മൾ കൈവെള്ളയിലല്ലേ അടിക്കൽ, ഈ സൈഡിൽ ഇപ്പോൾ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ അത് ഓളങ്ങനെ ചെരിഞ്ഞിരിക്കുന്നു. ഞാൻ സൈഡിൽ കൂടെ പോയിട്ടാണ് അടിച്ചത്. അങ്ങനെ പിന്നെ ഇവളും കൂടി വിശദമായിട്ട് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇവളാണ് പറയുന്നത്, എനിക്ക് അങ്ങനെ അടിച്ചപ്പോൾ എൻ്റെ കൈ ഒന്നാകെ ഷോക്ക് അടിച്ച പോലെയായി. അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിഷമമായത്. പിന്നെ മാഷ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരമായിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി ഞങ്ങൾ അച്ഛനമ്മയും കൂടി കൊണ്ടുപോയിക്കൊണ്ട് കുട്ടീൻ്റെ അച്ഛപ്പം പണി കഴിഞ്ഞ് വരും, ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പോൾ തന്നെ ഡോക്ടർ കണ്ടേക്ക് പറഞ്ഞ് എക്സ്റേ എടുക്കണം എന്ന് അങ്ങനെ പറഞ്ഞോ? കൊണ്ടുവന്നാക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതായപ്പോൾ അത് അത്രയ്ക്കൊന്നും ഇല്ല, ശരിക്കും നിങ്ങൾ അവിടെ വന്ന് വിളിച്ചു കൊണ്ടുവരേണ്ടതാണ്, എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ വയ്യാതൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ കൊണ്ടുവന്നാക്കിയതാണെന്നാണ് പറഞ്ഞത്. ഈ കുട്ടിയെ ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ വയ്യാതിരിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൊണ്ടുവന്നാക്കിയത് എന്നുള്ളത് ഉൾപ്പെടെ ആ മാഷയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വീഴ്ചയാണ് എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമുണ്ട്. കുട്ടിയുടെ കൈയിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 ആഴ്ച ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പ്ലാസ്റ്റർ വെട്ടാം. 3 ആഴ്ചത്തെ സമയമാണ് പറഞ്ഞുള്ളത്. അപ്പോൾ വലത്തെ കൈ ആയതുകൊണ്ട് ഇനി എല്ലാം ചെയ്ത് കൊടുക്കണം. ഞാൻ പോവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ ഇപ്പോൾ ആ കൈ തന്നെയല്ലേ, എല്ലാം കൂടെ ഒരാൾ വേണം എപ്പോഴും. ഞാനിപ്പോൾ എൻ്റെ ജോലി ഇപ്പോൾ ഇനി
ഒഴിവാക്കി ഇവിടെ നോക്കിയിരിക്കേണ്ടി വരും. കാരണം ചെറിയ കുട്ടിയല്ലേ, വലിയൊരു കുട്ടിയല്ലല്ലോ. ഞങ്ങൾക്ക് ആ 2 ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ആ സ്കൂളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇങ്ങനെയാണെന്നുള്ള പല കോണുകളിൽ നിന്ന് പരാതികൾ വരുന്നത്. ഇപ്പം അങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളൊക്കെ പറയുന്നു. ഇപ്പം ഇത് സംഭവം അറിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, കൈക്ക് വേദനയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ തന്നെ കൈ അടിച്ച് തള്ളവിരലിന് വീക്കം വന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. നടപടി വേണം. എന്താ വെച്ചാൽ ചെറിയ കുട്ടിയല്ലേ, മാനസികമായിട്ടും കൂടി. അവൾ ഇന്നലെ വന്നപ്പോൾ ആകെ ടെൻഷൻ കയറി, പെട്ടെന്ന് ബാക്കിൽ കൂടെ വന്നടിച്ചേക്കാൻ കുട്ടി ആകെ ഞെട്ടി പേടിച്ച് ആ ഒരു അവസ്ഥയിൽ നിന്ന് കയ്യിൻ്റെ വേദനയും അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ആയതും. പിന്നെ ഇത്രയും കുട്ടികളെ ഇടയിൽ നിന്ന് പെട്ടെന്ന് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെറിയ മക്കളല്ലേ, അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടത്. 3 ദിവസമായിട്ട് പനിയായിട്ട് സ്കൂളിൽ പോകാൻ കഴിഞ്ഞു. പനിയായിട്ട് സ്കൂളിൽ പറഞ്ഞ ടീച്ചറൊക്കെ വിളിച്ച് പറഞ്ഞ ടീച്ചർ നല്ല മാറിയിട്ട് പറഞ്ഞയച്ചാൽ മതിയാണ്. പിന്നെ ബുധനാഴ്ച ഒക്കെ പനി മാറി, പിന്നെ വ്യാഴാഴ്ച പൊതു അവധിയും കൂടി ആയതുകൊണ്ട് ഇന്നലെയാണ് സ്കൂളിൽ പോണത്. ഇന്നലെ നല്ല സന്തോഷത്തോട് കൂടി പോയത്, കാരണം സ്കൂളിൽ ഫുട്ബോളിൻ്റെ പിന്നെ അത് ചിത്രരചനാ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അവൾ തന്നെ വരച്ച് ചിത്രമൊക്കെ കൊണ്ടുപോയി. ആ സന്തോഷം അത് ടീച്ചർക്ക് കാണിച്ചു. ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞ് എനിക്കതൊക്കെ കാണിച്ചു തന്നു, നല്ല നന്നായിക്കണ് വരച്ചത്, അത്യാവശ്യം നന്നായി വരയ്ക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ബാലാവകാശ കമ്മീഷനിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി വേറൊരു കുട്ടീനോട് ഇങ്ങനെ പെരുമാറിയത്. കുട്ടി വരയ്ക്കുന്ന വലത്തെ കയ്യിൽ തന്നെയാണ് കുട്ടിക്ക് അടി കിട്ടിയിരിക്കുന്നത്. അധ്യാപകൻ കണക്കധ്യാപകന്റെ മർദ്ദനമാണ്. ഇപ്പോൾ ഇങ്ങനെയാണോ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അധ്യാപകർ മർദ്ദിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്, എന്നാലും കൈവെള്ളയിൽ പോലുമല്ല അടിച്ചതെന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും 2 ആഴ്ചയെങ്കിലും സമയം പിടിക്കും കുട്ടിക്ക് ഈ പരിക്ക് ഭേദമാക്കാൻ എന്നുള്ളതാണ്. എന്തായാലും ഈ അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം ബാലാവകാശ കമ്മീഷൻ പരാതി നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചു, ഫോണിൽ കിട്ടിയിട്ടില്ല. ഈ വാർത്ത എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അടിയന്തര നടപടി വേണമെന്ന് ഇപ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുകയാണ്. സോണൽ കൃഷ്ണയാണ് ആ വീട്ടിൽ നിന്നും തത്സമയം വാർത്ത നൽകിയത്.